അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ഒരു പാട്ട് വിത്ത് ഓർക്കസ്ട്ര. പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ തുടുശോഭയിലും നിറമുന്തിരി സൗരഭമോ പകരുന്നു പവിഴം പോ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോ. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപ്പാൽമണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിണപ്രാക്കളില്ലേ. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപ്പാൽമണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിണപ്രാക്കളില്ലേ. പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം, കുളിച്ചൂടിവരാം. പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ. നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമെഴും മതിരാസവമായി ഇളമാനിണതിൻ കുളിർമാൻ സഖി. നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമെഴും മതിരാസവമായി ഇളമാനിണതിൻ കുളിർമാറിൽ സഖി. തരളാർന്നമിതാ തലചായ്ക്കുകയായി ഒരു സുന്ദരിയൻ മലർശൈലി. പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ. തുടുശോഭയിലും നിറമുന്തിരി മുഖസൗരഭമോ പകരുന്നു. പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ. തുടുശോഭയിലും നിറമുന്തിരി മുഖസൗരഭമോ പകരുന്നു. പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ. പിന്നെ മെലഡിയാ. അദ്ദേഹം ജീവിച്ച് എന്താ പറയാ നമ്മുടെ കയ്യില്ല. പക്ഷെ മലയാളത്തിന് എന്നും വേണ്ട അല്ലേ, ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഓരോ സൃഷ്ടികൾ നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു അവസാന കാലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു
എന്തേ കണ്ണനൊക്കെ അല്ല അതൊക്കെ എന്താ തോന്നുന്നു അവസാനം അല്ലേ ലാസ്റ്റ് സമയത്തൊക്കെ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ചെയ്ത അതാണ്. അതെ അതെ. പക്ഷേ എനിക്ക് ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷം പാടിയപ്പോഴേ അതിനകത്ത് വരികൾ വളരെ ഓർത്തു വെച്ചിരുന്നത് ഭയങ്കര ഒരു കാര്യം. എന്നാൽ സത്യം പറഞ്ഞാൽ പാട്ട് അതല്ല സംഗീതത്തിന്റെ കൂടെ തന്നെ സംഗീതത്തോളം മതിക്കുന്നതാണ് അതിന്റെ വരികൾ അല്ലേ, അതിന്റെ ഒരു വാല്യൂ. എനിക്ക് ഇപ്പോഴത്തെ ഒറ്റ പാട്ടിന്റെ ലിറിക്ക് എനിക്ക് ഓർമ്മയില്ല, പുതിയ പാട്ട്. പക്ഷെ പഴയ ഒരുപാട് പാട്ടുകൾ ലിറിക്ക് ഒരുവിധമൊക്കെ ഓർമ്മയുണ്ട്. എങ്കിൽ കൂടി എനിക്ക് പിന്നെ സ്റ്റേജിൽ പാടുന്ന അല്ല അത് ഓക്കെ. പക്ഷെ നമ്മൾ വരികളുടെ ശക്തി എന്ന് പറയുന്നത് ഭയങ്കര വരികളും സംഗീതം കൂടി അങ്ങനെ ഭയങ്കര അതാണ് സമന്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ സംഗീതത്തിൽ അത്രയും നല്ല വരികൾ. അപ്പൊ ഇനി നമ്മുടെ എടപ്പാൾ വിശ്വനാഥൻ എന്ന് പറയുന്ന ആ സംഗീത പ്രതിഭയുടെ കുറേ സംഗീത യാത്രകളിലേക്ക് തന്നെ ഇപ്പോൾ പ്രോഗ്രാംസിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാം ഈ സംഗീത എന്നാൽ ഏകദേശം ഒരു ഓർമ്മയുണ്ട് എത്ര സ്റ്റേജ് പിന്നിട്ടുണ്ടാവും വിഷ്ണു ഏകദേശം നമുക്ക് എത്ര പാട്ടുകൾ അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഒന്ന് കറക്കി കാച്ചി ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ ഏകദേശം കൃത്യമായിട്ട് എനിക്ക് ഇത് ഓർമ്മയില്ല. ഒരു എന്തായാലും ഒരു 200 അല്ലല്ലേ അല്ല 2000 സ്റ്റേജ് അല്ലേ? അല്ല ഇവരോട് അയ്യോ ഞാൻ മറന്നു. മുതല് കേരളത്തില് ഏറ്റവും കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിച്ച ചിലപ്പോൾ വിശേഷമായിരിക്കും. കാരണം മറ്റുള്ളവരൊക്കെ വലിയ ഫേമസ് ഉള്ള ആൾക്കാരായ എങ്കിൽ പോലും ഓർക്കൊക്കെ 1-2 സ്റ്റേജുകൾ കിട്ടുക. പക്ഷെ വിശേഷണ പോലെ സാധാരണക്കാരനും വലിയ VIP-കൾക്കും അതിന്റെ ഇടയിലുള്ള ആൾക്കാർക്കൊക്കെ അറിഞ്ഞു വിളമ്പുന്ന. അതെ, അതിന്റെ പേരിൽ എല്ലാ മേഖലയിലും സ്റ്റേജ് പ്രോഗ്രാമിന് വിളിക്കുക വിശേഷണ. അതാണ്. അപ്പോൾ എന്തായാലും ഇപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. കാര്യം അത് ഒരുപാട് അല്ലേ സംഗീത എല്ലാം അവസാനിപ്പിച്ച് ഓർക്കസ്ട്രക്കാരൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ അടക്കി വെക്കാൻ നിൽക്കുമ്പോഴും ഓഡിയൻസ് വന്നിട്ട് പറയും വിശേഷം ആ ഒരു പാട്ടൊന്ന് പറഞ്ഞു ഈ ഒരു പാട്ടൊന്ന് പറഞ്ഞു പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും 2-3 പാട്ട് പാടി. പക്ഷെ എന്താ രസം അറിയോ, ഞാൻ അറിഞ്ഞത് അങ്ങനെയുള്ളവർക്ക് മാറി ഒന്ന് പാട്ട് പാടി കൊടുക്കുന്ന പറയുന്നത്. അല്ല അവിടെയുള്ള ഓഡിയൻസിൽ ആരും പണക്കാരും അങ്ങനത്തെ അല്ല അത് പക്ഷെ ഭയങ്കര ഞാൻ അതാ പറയുന്നത്. ഈ പ്രോഗ്രാമിന്റെ സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ വേദികളിലോ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന അവിടുത്തെ ഒരു ആളുകളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ഘടകം. എന്ത് പാടിയാലും അവർക്ക് ഇഷ്ടപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രോഗ്രാം പിന്നെ നമ്മൾ 1-2 പാട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിന് സമാധാനമുണ്ട്. അങ്ങനെയാണല്ലേ സാധാരണ ഒരു എപ്പോഴും നമുക്ക് അറിയാൻ പറ്റും. എനിക്കിപ്പോഴും പാടാൻ പേടിയാണ്. എനിക്കിപ്പോഴും സ്റ്റേജിൽ ഫസ്റ്റ് പാട്ട് പാടാനായിട്ട് ഇപ്പോഴും പേടി തന്നെ. കാരണം ഇരിക്കുന്ന വകുപ്പ് ആളുകളുടെ അല്ലേ ജനങ്ങളെ നമ്മൾ എപ്പോഴും അവരാണ് നമ്മുടെ നല്ലതും നമ്മളെ വളർത്തുന്നതും തളർത്തുന്നതും തീർച്ചയായിട്ടും. അപ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കണം എപ്പോഴും. അങ്ങനെ പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിച്ചു. ഏറ്റവും കൂടുതൽ നല്ല അതായത് ഇത്രയും സ്റ്റേജ് പിന്നിട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന മനസ്സിനേക്ക് ഒരുപാട് സ്പർശിച്ച ഏതെങ്കിലും ഒരു വേദി ഒരു അനുഭവം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള അത് എങ്ങനെയായാലും ഇപ്പം നല്ലതാവും. ചിലപ്പോൾ ഒരുപാട് അത്രയും വന്ന അഭിനന്ദനം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലിപ്പോൾ അത് ഞാൻ പറയുന്നത് ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളം വിട്ടിട്ടാവും. ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ പ്രവാസികളുടെ ഏറ്റവും വലിയൊരു പാട്ടുകളോടുള്ളൊരു അല്ലെ ചിത്രം പോലെ നൊസ്റ്റാൾജിക് പാട്ടുകൾ അത് കൂടുതൽ ഓൾഡ് ഈസ് ഗോൾഡ് ആണ് വിഷൻ പാടുന്നത്. അത്തരത്തിലുള്ള യാത്രാനുഭവങ്ങളിലൂടെ ഒന്ന് പറയുകയാണെങ്കിൽ. അല്ല എനിക്ക് പിന്നെ മോശമായ ഇതൊന്നും ഇതുവരെ അങ്ങനെ അനുഭവപ്പെട്ടില്ല. എല്ലാവരുടെ അടുത്തും നല്ലത് മാത്രമേ. അതിൽ വളരെ എപ്പോഴും ഓർത്തു വയ്ക്കുന്ന ഒരു സ്റ്റേജ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഏതെങ്കിലും ഒരു നല്ലൊരു സ്റ്റേജായിട്ട് പറയാനും മിക്ക സ്റ്റേജുകളും നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കേരളം വിട്ടുള്ള ഒരുപാട് ഷോസ് ചെയ്തിട്ടില്ലേ? ഒരുപാട് എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഗൾഫ് നാടുകൾ ഒരുവിധം എല്ലായിടത്തും പോയി. ആഫ്രിക്ക പോയി. അതൊരു റയറാണ്. ആഫ്രിക്കയിൽ പാടി പോയി അതൊരു റയറാണ്. അതെപ്പോഴും പോകാൻ പറ്റുന്നത്. പിന്നെ അവിടുത്തെ ഒരു അനുഭവം അമേരിക്ക 2 പ്രാവശ്യം പോയി. ആഫ്രിക്കയിലെ ഒരു മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പോയി. ഞാനും നമ്മുടെ നടൻ ശ്രീരാമേട്ടനും ജയരാജുമാര് ഞങ്ങൾ 3 പേരും. യാത്ര ഇതുപോലെ സുഗമമാവാനും സന്തോഷമാവാനും ഇതുപോലെ ഒരു വ്യക്തി അല്ലേ ജയരാജ്? ഒരു മലയാളി അസോസിയേഷന്റെ ഒരു പ്രോഗ്രാം വേണ്ടി ഒറ്റ പരിപാടി. അതല്ലേ ഒരു പ്രോഗ്രാം ഒറ്റ പരിപാടി. പഴയ പാട്ടുകൾ അല്ലേ പാടിയത്? അതൊരു നല്ല അനുഭവം. പിന്നെ പിന്നീട് പോയത് പിന്നെ എവിടെയാണ്? അത് 2 പ്രാവശ്യം അമേരിക്ക പോയി.
അതും നല്ലൊരു ചിത്രേച്ചിയുടെ കൂടെ കുറെ ഗൾഫ് നാടുകൾ പോയിട്ടുണ്ടല്ലേ? നാട്ടിലും ഇവിടെ കുറെ പ്രോഗ്രാംസ്. എന്താണ് അവരുമായിട്ടുള്ള ഒരു അനുഭവം? ആളുകളൊക്കെ നമുക്ക് സത്യം പറഞ്ഞ വിഷയം ഒരുപാട് പ്രോഗ്രാം പോയിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ ഒരു കേട്ടോണ്ടിരിക്കുന്നവർക്ക് ചേച്ചിയുടെ ഒരു രീതി അല്ലേ, ഒരു വേറെ ക്യാരക്ടറാണത്. പിന്നെ അവരുടെ ഫസ്റ്റ് പ്രോഗ്രാമിന് ഗൾഫിലാണ്, ഗൾഫിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അന്ന് സുനാമി ഉണ്ടായ ഒരു സമയം. തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങൾ കയറുന്നത് ഫ്ലൈറ്റ്. അപ്പോൾ ചേച്ചിനെ അതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതുവരെ കണ്ടിട്ടില്ല, ആളെ കണ്ടിട്ടില്ല. ഇല്ല, ചേച്ചിക്ക് അല്ല, നമ്മള് എന്റെ വിശ്വനാഥനാണ് പാടണമെന്ന് അറിയാം, വിശ്വനാഥനാണ് പാടുന്നത് അറിയാം. അപ്പോൾ എയർപോർട്ടിൽ വന്നിട്ട് ഞങ്ങൾ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി വന്നിറങ്ങണം, ഒന്ന് എയർപോർട്ടിനകത്ത് കയറി വന്ന് എല്ലാ ആർട്ടിസ്റ്റും നോക്കിയിട്ട് എന്നെ കണ്ടിട്ട് വിഷയം എന്നൊക്കെ ഉണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. നമ്മള് തളർന്നു പോയി. പിന്നെ ഞാൻ വിഷയത്തിനെ നോക്കുന്നത്, വിഷയത്തിന് വന്നില്ലേ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് സുഖമായി എപ്പോഴെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു പെരുമാറ്റം ഞാൻ അതിശയിച്ചു. ചേച്ചിയെ സംബന്ധിച്ച് ഒരു ഭയങ്കര ഏറ്റവും പറയുന്ന ഒരു പ്ലസ് പോയി. പിന്നെ സ്റ്റേജിൽ പാടുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അന്ന് അവിടെ ചെന്നിട്ട് ഗംഭീര തണുപ്പ്, ഈ സുനാമി ഉണ്ടായതിൻ്റെ ഒരു കാലാവസ്ഥ ഗംഭീര തണുപ്പുള്ള സമയം. അപ്പം പിന്നെ ഞാനിങ്ങനെ തണുത്തിട്ട് ആകെ ഒരു വല്ലാത്തൊരവസ്ഥ എനിക്കത്. അപ്പം ചേച്ചി വന്നിട്ട് തണുക്കുന്നുണ്ട്, എന്താണ് പാടാൻ പറ്റുന്നില്ലേ നമുക്ക് ഇങ്ങനെ വന്ന് അങ്ങനെ ചോദിക്കും. ഭയങ്കര സപ്പോർട്ടിങ്. അത് കണ്ട് പഠിക്കണം പല. പിന്നെ അതിന് മാത്രമല്ല സ്റ്റേജിൽ, അല്ല അത് മാത്രമല്ല വിഷയം, സ്റ്റേജിൽ ഈ പറഞ്ഞ ലൈവായിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പാടുക എന്നുള്ളത് അല്ലേ, അതൊരു ഭയങ്കര എന്താ പറയുക. ഏറ്റവും അവരുടെ ഗായികമാരും ഒരുപാടുണ്ട്, പക്ഷെ സ്റ്റേജിൽ അത് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് ഇപ്പോൾ. പക്ഷെ ചേച്ചി എന്ത് റെക്കോർഡിങ്ങിൽ പാടിയോ ഡിറ്റോ ആണ് സ്റ്റേജിൽ പാടുന്നത്. ഏതാ അവിടെ പാടിയ പാട്ട്? ഏതാ ഒരു പാട്ട് ചേച്ചിയുടെ കൂടെ പാടിയ പാട്ടുകളൊക്കെ അന്ന് പ്രോഗ്രാമിന് പാടിയതായിരുന്നു. വൃശ്ചികരാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി. അപ്പം രണ്ടുപേരും ഒരുമിച്ച് പാടുന്ന പോഷുണ്ട്. വാനം പിച്ചക, അത് പാടുന്ന സമയത്ത് ചേച്ചി മുഖത്ത് നോക്കും, നോക്കിയിട്ട് കറക്റ്റ് ഒരേപോലെ വരണ്ടേ വാനം അങ്ങനെ സംഗതി ഉണ്ട്. അപ്പൊ ചേച്ചി മുഖത്ത് നോക്കും. അപ്പം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണത്. വാനം അങ്ങനൊരു സംഗതി കൂടി, വാനം എന്ന സംഗതി ഉണ്ട്. അപ്പൊ അതുണ്ട് എന്ന് അറിയിക്കാൻ നമ്മുടെ ഫേസിലേക്ക് നോക്കും. വാനം എന്നിട്ട് പാടാ. അപ്പൊ നമുക്കും കിട്ടും ആ ഐഡിയ. എന്തോന്നാ വാനം പാടിയപ്പോഴാണ് പ്രശ്നം. അപ്പോൾ അതെന്തായാലും അത്തരത്തിലുള്ള സിംഗേഴ്സുമായിട്ടുള്ള ഒരു യാത്രാനുഭവങ്ങളും സ്റ്റേജ് ഷെയർ ചെയ്യാന്നൊക്കെ ജേട്ടനായിട്ട് പോയി. എങ്ങനെയാണ് ജേട്ടനായിട്ട്? അത് വേറൊരു എവിടെയായിരുന്നു പ്രോഗ്രാം? ഗൾഫിൽ, ഇവിടെയും കുറെ പോയിട്ടുണ്ട്. എങ്ങനെയാണ് പൊതുവെ പുള്ളിയുടെ ആളായിട്ട് ഞാൻ പരിചയപ്പെടുന്ന തന്നെ വല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയും. പണ്ട് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് തിരൂർ ടൗൺ ഹാളിലൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ റിഹേഴ്സലിന് അന്ന് എനിക്ക് ചെല്ലാൻ പറ്റില്ല. അന്ന് വേറെ എന്തോ ഒരു പ്രോഗ്രാം മ്യൂസിൻ്റെ ഒരു എന്തോ പ്രോഗ്രാമൊക്കെ ആയിട്ട് റിഹേഴ്സലിന് എത്താൻ പറ്റില്ല. ഞാൻ ആ പ്രോഗ്രാമിനാണ് എത്തുന്നത്. പ്രോഗ്രാമിന് ഡയറക്റ്റായിട്ട് ചേട്ടനെ കണ്ടും എന്നോട് മിനിറ്റില്ല, ഭയങ്കര എന്നോട് ദേഷ്യമൊക്കെ ആയിട്ടും ഞാൻ റിഹേഴ്സലിന് എത്തിയില്ലല്ലോ. ചേട്ടൻ അന്ന് പിന്നെ കുറച്ച് പാട്ടുകൾ വേഗം പാടിയിട്ട് വേഗം പോയി. പിന്നെ കുറച്ച് പാട്ട് ഞാൻ നിന്ന് ആ പ്രോഗ്രാം അവസാനിപ്പിച്ചു. അത് പിന്നെ അതായിരുന്നു അന്ന് ചേട്ടൻ വഴക്ക് കുറേയൊക്കെ ഉണ്ടായി. നേരം വൈകിയ പിന്നെ സ്റ്റൈലിങ് നേരിട്ട് വന്നതിന്. പിന്നെ എങ്ങനെയോ ആളായിട്ടപ്പോൾ ഭയങ്കര കമ്പനിയാണ്. അല്ല അതേ രസം. നമ്മൾ ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പി ജയചന്ദ്രൻ എന്ന് പറയുന്ന ഗായകന്റെ പൊതുവെ പറയുന്ന ഒരു സംഭവമാണ്. ഇത് ഭയങ്കര റാഷ് അല്ലെങ്കിൽ സംസാരിക്കും, പക്ഷെ ആ ഒരു ശുദ്ധത പിന്നീടാണ് മനസ്സിലാവുന്നത്. ഇപ്പം നല്ല കമ്പനി, ഇപ്പം നല്ല അല്ല അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ വിശ്വന് ഇതിനോടകം തന്നെ നിരവധി സംഗീത സംവിധായകരുടെ പലതരത്തിൽ മാപ്പിളപ്പാട്ടായാലും അല്ലെങ്കിൽ ഭക്തിഗാനങ്ങളായാലും ഓണപ്പാട്ടാക്കി കഴിഞ്ഞാലും അല്ലെ ഒരുപാട് പാട്ട്. അപ്പോൾ അത്രയും സംഗീത സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തു അല്ലേ? ഒരുപാട് പേരെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് വലിയൊരു സന്തോഷം. നമ്മൾ ഈ പുറോഗ്രാം എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന്
വന്നിട്ട് അങ്ങനെ കുറച്ച് ഭാഗ്യം നമുക്ക് അപ്പൊ തിരിച്ച് പിന്നെയും വരാം. ഇങ്ങനെ നമ്മൾ വെറുതെ ഇരുന്നത് ശരിയല്ലല്ലോ. അപ്പൊ എന്തായാലും ഒരു ഓണപ്പാട്ടോ എല്ലാവരും കൂടെ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂക്കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം പൂക്കൊണ്ടു മൂടും ഈ പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി പുന്നെല്ലിൻ പൊൻപടം പൂമുറ്റം തോറും നീ വരൂ പൂവാലം തുഞ്ചി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ ആഘോഷങ്ങളൊക്കെ ആകുന്ന സമയത്തേക്കും എനിക്ക് പ്രോഗ്രാമിന് പോയ ഒരു മടിയാ സത്യത്തിൽ. അതാണ് പെട്ടെന്ന് തിരിച്ചെത്തണമെന്നുള്ളത് എപ്പോഴും നാട്ടിലെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. വന്നവരും ഗൾഫിൽ നിന്ന് വന്നവരും കൂട്ടോട്ടം കളികള് പുറത്തേക്ക് പോവില്ല. ഓണം എന്നുള്ളത് ഈ ഓണത്തിന്റെ അത് പറഞ്ഞപ്പോഴാ ഇനിയിപ്പോ നമ്മൾ ഈ പാചകത്തില് എങ്ങനെ പൊതുവെ പാചകകലയും ഫുഡ് അടിപൊളിയാ ആണ് ഉണ്ടാക്കാം. അതിപ്പോ ഇത് കഴിഞ്ഞ ചീത്ത പറയുന്നുള്ളൂ. ഇപ്പൊ സൂപ്പറായിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വിജയ നിങ്ങൾ അങ്ങനെ പറഞ്ഞു തന്നായി അല്ല ഇങ്ങനെ പൊതുവെ കുഴപ്പമില്ല നന്നായി പാചകം ചെയ്യും. അത് വിശേഷം പറയണേക്കാൾ നല്ല ഞങ്ങൾ പറയാം. കാരണം ഞങ്ങൾ അഭിപ്രായം എന്തായാലും തുറന്നു പറയാം. അവിടെ വന്നിട്ട് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുന്നത്. എന്നാലും വിജയ് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഉണ്ടാക്കി കൊടുത്ത് കുപ്പിയിലാക്കുന്ന എന്തുണ്ടാക്കിയിട്ടാണ്? അങ്ങനൊന്നുമില്ല, കഴിക്കും, എല്ലാം കഴിക്കും. ആണോ? നല്ല മീൻകറി, നല്ല മോര്, നല്ല മീൻകറി, ഇടയ്ക്ക് വല്ല മോര് കറി ഒക്കെ നന്നായി ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. മീൻകറി മോര് കറിയും കൂടിയിട്ടല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. മീൻ മോര് കറി എന്നൊക്കെ പറയാം. അല്ല അത് പൊതുവെ ഭാര്യമാരുടെ ഒരു ചില പൊടിക്കൈകളുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നമ്മളെ കൂട്ടുകാർ പാടുമ്പോ എന്തായാലും വിജയ് ഒരു പാട്ട് പാടിയേ പറ്റും. അങ്ങനെ ഉണ്ടല്ലോ രണ്ടുപേരും മോളും. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. എന്റെ വിശ്വം എന്നാലും നമ്മളോട് ഈ ക്രൂരത വേണ്ടായിരുന്നു. ഇതുപോലെ നന്നായി പാടുന്ന ഒരാള് ഞാനും ഇപ്പോഴാണ് കേൾക്കുന്നത്. ഓരോ സത്യങ്ങൾ പുറത്തു വന്നോണ്ടിരിക്കുക. വിജയ് നന്നായി പാടി, അസലായി പാടിയുണ്ട്. അപ്പൊ ഈ പാട്ട് ഇങ്ങനെ കേൾക്കാറില്ല വെറുതെയാണ്. എന്നാലും അല്ലേ ഞാനല്ല എത്ര ഡീറ്റെയിൽ ആയിട്ട് കേട്ടിട്ടില്ല. ഇല്ലല്ലേ? മനസ്സിലായില്ല. അപ്പൊ ഈ ഇത് ശരിക്കും പറഞ്ഞപ്പോ അല്ലേ കൂട്ടപ്പാട്ടുണ്ടാവുമ്പോഴേ അങ്ങനെ ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞപ്പോ ചുരുക്കി പറഞ്ഞൊരു സംഗീത ഫാമിലി തന്നെയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സൗഹൃദ സദസ്സുകളിൽ കൂടുതലും വിഷ്ണുവിൻ്റെ പാട്ടുകളോട് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാണ്. പാട്ടുകൾ നിങ്ങൾ വിഷ്ണുവിനേക്കാൾ കൂടുതൽ എന്താ പറയുക കളക്ഷൻസൊക്കെ സൂക്ഷിക്കുന്ന ആളുകളല്ലേ. ഏതൊക്കെ പാട്ടുകളാണ് ചുമ്മാ ഇരിക്കുമ്പോൾ പഠിക്കാറുണ്ടോ? വിഷു പാട്ട് പഠിച്ചാൽ ഇതൊന്നും പഠിക്കാം അങ്ങനെ പാടാറുണ്ടോ? പറയാറുണ്ടോ? അതെ, അങ്ങനെ പറയുമ്പോൾ ഏത് പാട്ടാണ് കൂടുതലും? സെലക്ഷൻ കണ്ടില്ല, വെറുതെ അല്ല കേട്ടോ, നിങ്ങൾ ഈ ചുറ്റുമുള്ള ആളുകളെ അപ്പൊ തന്നെ മനസ്സിലാ പാടും. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു
ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരും. രജതരേഖകൾ നിഴലുകളാടി രജനീഗന്ധികൾ പുഞ്ചിരി തൂകി. രജതരേഖകൾ നിഴലുകൾ പാടി രജനീഗന്ധികൾ പുഞ്ചിരി തൂകി. ഈ നിശീതം പാടും വരികളിൽ ഓമനേ നിൻ ശാലീനനാദം. ഒഴിഞ്ഞ കിനാവിൻ ഇതളുകൾ പോലെ അടർന്നുവോ നിൻ പൂപ്പട്ടു തിരകൾ. ഇവിടുന്ന് ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴേ തട്ടിയിട്ട് ഞാൻ തെറിച്ച് വന്നോണ്ടിരിക്കും. ഞാനൊരു എൻ്റെ ഒരു സജഷൻ അനുപല്ലയും തുടങ്ങിയാൽ മതി. അനുപല്ലവി അല്ലേ? അനുപല്ലി ഭയങ്കര ഭംഗിയാണ്. വിനോദം കൂടെ പാടുത്താം. അനുപല്ലി ഏതാ? എവിടെയാണെങ്കിലും ധന്യേ നിൻ സ്വരം ഒരു തേങ്ങലായി നിറയൂ. ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ. ആമിനിതൻ മടിയിൽ മയങ്ങുമി ചന്ദ്രികയിലലിയ മനസ്സു മനസ്സു. പാട്ട്. ഓ ഉഗ്ര സെലക്ഷൻ. പിന്നെ ഏതാ നീ അടുത്തത്? മണിയുടെ സെലക്ഷൻ. അകലെ അകലെ ആയിക്കോട്ടെ, റെഡി. അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം. അരികിലെൻ്റെ ഹൃദയാകാശം അലതല്ലും രാഗതീർത്ഥം. അകലെ അകലെ നീലാകാശം. ഇത് പറഞ്ഞപ്പോഴാണ് ബാബുക്കയുടെ അതൊരു അത് വേറെ ബാബുക്കയുടെ ഏതെങ്കിലും ബാബുക്കയുടെ ഭയങ്കര മെലോഡിയസ് ആയിട്ടില്ല. അല്ല നിങ്ങൾ സെലക്ഷൻ ആയി പറയാം. ബാബുരാജിന്റെ ഒരു പാട്ട്. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തെ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. പറഞ്ഞു പാട. ഒരു കിനാവിൻ ചിറകിലേറി ഓമനാളെ നീ വരൂ. നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അതൊരു വേറൊരു സംഗീത പ്രതിഭയാണല്ലേ ബാബുരാജ് എന്ന് പറയുന്നത്. എത്ര മനോഹരങ്ങളായ പാട്ടുകളാണ്. ഈ സംഗീത യാത്രയിൽ, ജീവിതയാത്രയിൽ എന്തായാലും ഇത്രയും വേദികളൊക്കെ പിന്നിട്ടു. ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പുരസ്കാരങ്ങൾ അല്ലേ? അങ്ങനെ കുറെ പുരസ്കാരത്തിന്റെ ഒരു തിളക്കം കാണുമല്ലോ തീർച്ചയായിട്ടും. എങ്ങനെയൊക്കെയാണ്? അധികമൊന്നുമില്ല. അതിൽ എടുത്തു പറയാവുന്നൊരു പുരസ്കാരം നമ്മുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഒരു അവാർഡ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. അത് രചകൻ എന്ന നാടകത്തിന് വേണ്ടി പാടിയൊരു പാട്ടാണ്. ആണല്ലേ? ആ പാട്ട് ഓർമ്മയുണ്ടോ? അത് ഇടനെഞ്ചിൽ. ഒരു സെക്കൻഡ് മൈക്കിൽ പാടിക്കോളൂ. അത് ഇടനെഞ്ചിൽ പാട്ടുള്ള മൂലോക പെരുവാണ്
തുടികൊട്ടി പാടുന്നേ പുഴമലയാളം. കിളിയമ്മേ യമ്മേ തുയിലുണരേണം, പുഴപറ്റ നിലാപെണ്ണേ തുയിലുണരേണം. ഇടനെഞ്ചിൽ പാട്ടുള്ള മൂലോക പെരുവാണൻ, തുടികൊട്ടി പാടുന്നേ പുഴമലയാളം. ഇത് സംഗീതം നൽകിയത് ദേവികൃഷ്ണ എന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പൊ ഇല്ല, മരിച്ചു. പിന്നെ ഇത് എഴുതിയത് നമ്മുടെ പരത്തുള്ള രവിയേട്ടൻ. അദ്ദേഹത്തിന്റെ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മലയാള സിനിമാ സംഗീത ലോകത്ത് എന്നും ഓർക്കുന്ന ഒരു പാട്ട്. രവിയേട്ടന്റെ പാട്ട്. ദേവി ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ, ദേവി ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ. അദ്ദേഹത്തിന്റെ വേറൊരു പാട്ടുണ്ട് ആ സിനിമ, അതാണ് ഒന്നുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. കിനാവിൻ്റെ കടവില് ഇളനീര് ഇളനീര്, അതിലിറക്കിയ തോണിയിൽ പനിനീര്. കിനാവിൻ്റെ കടവില് ഇളനീര്, കിനാവിൻ്റെ കടവിൽ ഇളനീര്, അതിലിറക്കിയ തോണിയിൽ പനിനീര്. വരികളാണ് സങ്കല്പങ്ങൾ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു വളരെ പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര എപ്പോഴും മനസ്സിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്ങാണ് അത്. അതിഗംഭീരമായ വരികൾ, അതുപോലെ അതാണ് ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്ന പടത്തിൽ, വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം ഭാര്യ വിതറും സംഗീതം. അതായത് ഒരു സ്വാമിയുടെ പാട്ട് അല്ല, ONVയുടെ വരികൾ. ദക്ഷിണാമൂർത്തി, എനിക്ക് തോന്നുന്നു ദക്ഷിണാമൂർത്തി അദ്ദേഹത്തിന്റെ അവസാന കാലത്ത്, അതായത് മലയാള സിനിമയ്ക്ക് ഏകദേശം ഒരു അവസാനമായിട്ട് ചെയ്തൊരു പാട്ടാണ് അല്ലേ? അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു. വാതിൽ പഴുതിയിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. എന്തൊരു വർണ്ണനയാണ്. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി, പ്രണയം വെറുതെ വരും. അല്ല കണ്ടു നോക്കാം, ഇപ്പൊ വന്നില്ലേ? അങ്ങനെ അപ്പൊ നേരത്തെ പറഞ്ഞ സംഗീത അക്കാദമിയുടെ നാടക അക്കാദമിയുടെ അല്ലേ അവാർഡ് ആണ്. പിന്നെ അതുപോലെ പിന്നെ ജോൺസൺ മാഷ് ഫൗണ്ടേഷൻ്റെ ഒരു അവാർഡ്. അതേതാ എന്തായിരുന്നു അത്? പിന്നെ ഓഡിയൻസ് കൗൺസിൽ പറഞ്ഞിട്ട് ഗുരുവായൂർ ഒരു സംഘടന ഉണ്ട്, അവരുടെ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അത് ശരി. അങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട്. ശരിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇതൊന്നും ജനങ്ങളുടെ ഒരു പിന്നെ അതാണ് ഒരു വേദിയിൽ ചെന്ന് കഴിഞ്ഞാൽ പാടിക്കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു കൈയടി, അല്ലെങ്കിൽ അവർ വന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശക്തി, അതാണല്ലോ നമ്മുടെ അല്ലേ ഏറ്റവും വലിയ അവാർഡ്. നാട്ടിലെ ഞാൻ ചോദിച്ചു, നാട്ടില് പ്രോഗ്രാം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ചെയ്യാറുണ്ടോ? നാട്ടില് സത്യത്തിൽ ചെയ്യാൻ പേടിയാണ്. ഞാനത് എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്? അല്ല, ഭയങ്കര റിസ്ക്. നാട്ടിൽ പാടാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള സംഭവമാണ്, പ്രത്യേകിച്ച് ഇവരുടെ മുമ്പിൽ. ആ സത്യം എല്ലാം കൊണ്ടും നാട്ടിൽ നിങ്ങളൊക്കെ പേടിച്ചിട്ടാ. നാട്ടിൽ പാടിയാൽ നന്നാവില്ല. എന്താണോ നാട്ടിൽ പാടിയാല് പിന്നെ ഭയങ്കര ടെൻഷനാണ്. പക്ഷെ വേറെ ഒന്നുമില്ല, ഞാനിപ്പോ ഈ ഇടയ്ക്ക് കുറച്ച് കാലം മുമ്പ് ഒരു പ്രോഗ്രാം നമ്മൾ അടുത്ത് നാട്ടിൽ വെച്ച് കേട്ടു. ഇവിടെ ഒരു ഫംഗ്ഷൻ ആദ്യം മനോഹരമായിട്ട് വിഷയം പാടി അതിനകത്ത്. അപ്പൊ അന്ന് അല്ല, അന്ന് ഇവരാരും ഉണ്ടായിരുന്നില്ല ഇവിടെ. പിന്നെ അല്ല അതല്ല, അന്ന് ഞാൻ പാടിയെന്ന് പറഞ്ഞു. അല്ല പക്ഷെ വേറെ ആണല്ലേ. അല്ല പക്ഷെ എന്താ അറിയോ, ഇത് സെലക്ഷൻ കമ്മിറ്റിയാണ് ഇരിക്കുന്നത്, ലിസ്റ്റൊക്കെ തരും അല്ലേ ഏതൊക്കെയാന്നുള്ളത്. അല്ല അത് സത്യം. കാരണം നമ്മുടെ ആദ്യം നമ്മളെ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മളെ പുഷ് ചെയ്യുന്ന ഫസ്റ്റ് ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെയാണ്. പിന്നീടാണല്ലോ പിന്നെ നമ്മുടെ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അല്ലേ പാട്ട്. പക്ഷെ നാട്ടിലെ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പേടിയെന്ന് പറയുമ്പോഴും അതിനേക്കാൾ ഒരു മനസ്സിലൊരു സന്തോഷം ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ സ്വന്തം നാട്ടില് പ്രോഗ്രാം ചെയ്യുന്ന മുമ്പിൽ പാടുക അതിലേറെ സന്തോഷം ഇല്ല. പക്ഷെ എന്നാലും പറഞ്ഞ പോലെ ഒരു ഭയങ്കര ടെൻഷനായിരിക്കും. അതല്ലേ, ടെൻഷൻ എവിടെ പോയാലും ഉണ്ട്. ഇനിയിപ്പോ എവിടെ പോയി എപ്പോഴും പാടാനും ടെൻഷൻ തന്നെ. അതെ അതെ.
അപ്പോൾ എവിടെ പോയാലും ഇനിയിപ്പോ എവിടെ പോയാലും ഫറൂഖ് തിരിച്ചെത്തും. അതെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഫുൾ ട്രാക്കിലൂടെ ഒരു പാട്ട് കൊടുക്കുക. ഏതാണ് വിശ്വന്റെ ചോയ്സ്? പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി എന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു എന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം പഴുതിലൂടൊഴുകി വന്നു ഒരു മിന്നാമിനും നിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ആരാരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോരാലോലം ആനന്ദനൃത്തമാർന്നു ആലോലം ആനന്ദനൃത്തമാർന്നു മെല്ലെ മെല്ലെ മുഖപടത്തൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകോരി